ിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളർന്നു. ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും ഡോക്ടർ കെ.സി. ജോസഫും അടക്കം മാണി ഗ്രൂപ്പിലെ 4 ഉന്നതാധികാര സമിതി അംഗങ്ങളും രാജിവെച്ചെന്ന് ആന്റണി രാജു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെ.എം. മാണി ഏകപക്ഷീയമായി പ്രവർത്തിക്കുകയാണെന്ന് ആന്റണി രാജു പറഞ്ഞു. ഒരു മികവുമില്ലാത്ത മകനെ കിരീടവും ചെങ്കോലും ഏൽപ്പിക്കാനാണ് മാണിയുടെ നീക്കം. കേരള കോൺഗ്രസിനെ ബി.ജെ.പി. പാളയത്തിലെത്തിക്കാൻ രഹസ്യ ചർച്ച നടത്തിയെന്നും ആന്റണി രാജു ആരോപിച്ചു. പി.ജെ. ജോസഫ് മാനസികമായി തങ്ങളോടൊപ്പമാണെന്നും ആന്റണി രാജു പറഞ്ഞു. പാർട്ടിയുടെ നയപരവും സംഘടനാപരവുമായ കാര്യങ്ങളിൽ ഏകപക്ഷീയമായ രീതിയിലാണ് ചെയർമാൻ ശ്രീ കെ.എം. മാണി പ്രവർത്തിച്ചു വരുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും നടത്താത്തതുമൂലം പാർട്ടി ഭരണഘടനാ പ്രതിസന്ധിയെ നേരിടുകയാണ്. ജനാധിപത്യ മര്യാദകളെ തകിടം മറിക്കുന്ന കുടുംബവാഴ്ചയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന് ആപത്തായ സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള ബി.ജെ.പിയുമായി സഖ്യപ്പെടാനുള്ള രഹസ്യ നീക്കങ്ങളാണ് ശ്രീ കെ.എം. മാണിയും ശ്രീ ജോസ് കെ മാണിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാർ കോഴയിൽ കെ.എം. മാണി കോഴ വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ആന്റണി രാജു പറഞ്ഞു. മാണി കോഴ വാങ്ങിയിട്ടില്ല എന്ന് താൻ ഒരു ചർച്ചയിലും പറഞ്ഞിട്ടില്ല. മാണിക്കെതിരെ നിയമപരമായി നടപടി നിലനിൽക്കില്ലെന്ന് മാത്രമാണ് പറഞ്ഞത് എന്നും ആന്റണി രാജു വ്യക്തമാക്കി. ഒരിക്കലുമല്ല. ഞാൻ എന്റെ വാദമുഖങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അന്നൊക്കെ ഞാൻ പറഞ്ഞത് ശ്രീ കെ.എം. മാണിയുടെ പേരിൽ നിയമപരമായി കേസെടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ആ വിഷയത്തിലുള്ള ചാനൽ ചർച്ചകൾ പരിശോധിച്ചാൽ ബാർക്കോഴ ആരോപണത്തിൽ ശ്രീ കെ.എം. മാണിക്കെതിരെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് നിയമപരമായി കേസെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ശ്രീ കെ.എം. മാണി കോഴ വാങ്ങിച്ചിട്ടില്ല എന്നൊരു അക്ഷരം ഞാൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഞങ്ങളുടെ പാർട്ടി ചെയർമാനാണ് ശ്രീ കെ.എം. മാണി. ആരോപണം ഉന്നയിക്കുന്നത് ഒരു ബാറുടമയാണ്. ബാറുടമയായ ശ്രീ ബിജു രമേശ് പറയുന്നു കോഴ കൊടുത്തുവെന്ന്. ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ പറയുന്നു കോഴ വാങ്ങിയില്ല എന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അറിയുന്ന ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ പറയുന്നത് മാത്രമേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, കുറേയേറെ ചർച്ചകൾക്കും എന്താണ് സംഭവിക്കുക എന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് ശേഷം കേരള കോൺഗ്രസ് നേതാക്കൾ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പാർട്ടി പിളർന്നിരിക്കുന്നു. ഏത് സാഹചര്യങ്ങളാണ് ഇതിലേക്ക് നയിച്ചത്? എന്താണ് ഇനി അങ്ങോട്ട് നടക്കുക? സനീഷ്, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ പിളർപ്പ് പൂർണ്ണമായിരിക്കുന്നു. ആന്റണി രാജു ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും ഡോക്ടർ കെ.സി. ജോസഫും രാജിവെച്ചതായി ആന്റണി രാജു അറിയിച്ചിരിക്കുന്നു. പി.സി. ജോസഫ് രാജിവെച്ചതായാണ് തങ്ങൾക്ക് കിട്ടിയ വിവരമെന്നും ആന്റണി രാജു പറഞ്ഞിരിക്കുന്നു. കേരള കോൺഗ്രസ് മാണിയിലെ ഉന്നതാധികാര സമിതിയിലെ 3 പേരും പി.സി. ജോസഫുമാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. രാജിപ്രഖ്യാപനം ആന്റണി രാജു നടത്തുമ്പോൾ തന്നെ സീറ്റ് അല്ല രാജിവെക്കാൻ ഒരു കാരണമായി എന്നതാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പ്രധാനമായും 3 കാരണങ്ങളാണ് രാജിക്ക് കാരണമായി ആന്റണി രാജു പറയുന്നത്. അതിലേറ്റവും പ്രധാനം കുടുംബ വാഴ്ചയാണ്. ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ തലപ്പത്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് മാണി നടത്തുന്നത്. യാതൊരു രാഷ്ട്രീയപരമായി യാതൊരു കഴിവില്ലാത്ത ആളാണ് ജോസ് കെ മാണി. അതിന് തങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു വാദം ആന്റണി രാജു ആദ്യം മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊന്ന്, കർഷക പ്രശ്നത്തിൽ കൃത്യമായ ഇടപെടൽ മാണി വിഭാഗം നടത്തിയില്ല. ജോസ് കെ മാണി നടത്തിയ നിരാഹാര സമരം പോലും നാടകമായിരുന്നു. അതിന് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അതും ഒരു കാരണമായി അദ്ദേഹം പറയുന്നുണ്ട്. അവസാനമായി പറയുന്നത് ബി.ജെ.പിയുമായുള്ള മാണി വിഭാഗത്തിന്റെ ഒരു ബന്ധമാണ്. ബി.ജെ.പിയുമായി പലവട്ടം ചർച്ചകൾ നടത്തി. ഫെബ്രുവരി 2-ാം തീയതി ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ വീട്ടിൽ ചെന്ന് ജോസ് കെ മാണി ചർച്ച നടത്തിയെന്ന് അദ്ദേഹം പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജോസ് കെ മാണി കേന്ദ്രത്തിൽ എൻ.ഡി.എയുടെ ഭാഗമായി സഹമന്ത്രി സ്ഥാനത്ത് എത്തുമെന്ന കാര്യവും ആന്റണി രാജു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരള കോൺഗ്രസ് ജോസഫ് എന്ന പാർട്ടി പുനരുജ്ജീവിപ്പിച്ച് ആ പാർട്ടിയുമായി നിൽക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും ആന്റണി രാജു ഇതിനകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. കേരള കോൺഗ്രസ് ജോസഫിൽ ഇപ്പോഴുള്ള പി.ജെ. ജോസഫിനെതിരെ ഒരു വാക്ക് പോലും പാർട്ടിയിൽ നിന്ന് വിടുന്ന സാഹചര്യത്തിൽ പോലും ആന്റണി രാജു പറഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ രാജിക്കാര്യം പി.ജെ. ജോസഫുമായി സംസാരിച്ചിരുന്നു. പക്ഷേ പി.ജെ. ജോസഫിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു എതിർപ്പും തങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന കാര്യവും ആന്റണി രാജു വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് മാറി പി.ജെ. ജോസഫ് എപ്പോൾ വന്നാലും പി.ജെ. ജോസഫിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ 4 പേരും ഉണ്ടാകുമെന്ന കാര്യവും ആന്റണി രാജു വ്യക്തമാക്കുന്നുണ്ട്. സനീഷ്, റഹീസ്, ഇതൊക്കെയാണ് കാരണങ്ങൾ. ഏത് നിലക്കുള്ള ആലോചനകളാണ് ഇടതുമുന്നണിയുമായി ഇവർ
നടത്തിയിട്ടുണ്ടാവുക. അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല, അക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെയും ഏത് നിലക്കുള്ള ആലോചനകളാണ് ആ കാര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയതെന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാഴ്ച മുമ്പാണ് കേരള കോൺഗ്രസ് മാണിയിലെ പ്രതിസന്ധികൾ കൃത്യമായി പുറം ലോകത്ത് അറിഞ്ഞത്. വാർത്തകളായി വന്നത് രണ്ടാഴ്ചയായി. അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇരുവിഭാഗം അത് നിഷേധിക്കാനോ അല്ലെങ്കിൽ അത് കള്ളമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കാനോ അവർ ശ്രമിച്ചില്ല. അതിനിടയിൽ തന്നെ രണ്ട് വിഭാഗവും മാണി വിഭാഗവും പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി അടക്കമുള്ള UDF-ലെ നേതാക്കൾ ഈ 4 പേരെയും ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമം നടത്തി. ആ സമയത്ത് തന്നെ ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ വിമത നേതാക്കൾ LDF-മായി പലവട്ടം ചർച്ചകൾ നടത്തി. പക്ഷേ LDF ഒരു ഘട്ടത്തിൽ പോലും പരസ്യമായി ഇവരെ LDF-ലേക്ക് ക്ഷണിക്കാൻ തയ്യാറായില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന JDU അടക്കമുള്ള പാർട്ടികളെ LDF-ലേക്ക് ക്ഷണിച്ച ഒരു സാഹചര്യത്തിൽ അവർ LDF-ലേക്ക് വരികയും ചെയ്തില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന നാണക്കേട് ഇനി ഉണ്ടാവരുത് എന്ന കൃത്യമായ ലക്ഷ്യം LDF-നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ക്ഷണിച്ചില്ല. പക്ഷേ അണിയറയിൽ ചർച്ചകൾ സജീവമായി തന്നെ നടന്നിരുന്നു. പ്രാഥമിക ഘട്ടത്തിൽ 6 സീറ്റാണ് ഫ്രാൻസിസ് ജോർജ് തങ്ങൾക്കൊപ്പമുള്ളവർക്ക് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ സംസാരം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അത് 4 സീറ്റാണെങ്കിലും തങ്ങൾ അംഗീകരിക്കും എന്ന ഒരു നിലപാടിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം ഇങ്ങോട്ട് LDF-ലേക്ക് വരുന്ന കാര്യം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പ്രാഥമികമായ ചർച്ചകൾ നടന്നു. പക്ഷേ ഇവർ UDF വിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായ ചർച്ചകളും ധാരണകളും, സീറ്റ് ധാരണയാണ് പ്രത്യേകിച്ച് വേണ്ടത്, സീറ്റ് ധാരണ അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ പുറത്തു വന്നതിന് ശേഷം റഹീസിലേക്ക് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് വാർത്താ സമ്മേളനം നടത്തുകയാണ് കൊച്ചിയിൽ. അതിലേക്ക് ജോർജ് അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തും. അദ്ദേഹം വാർത്താ സമ്മേളനത്തിനായി വന്നിരുന്നതാണ്. എന്തോ സാഹചര്യത്തിൽ എഴുന്നേറ്റ് അദ്ദേഹം മാറിയിരിക്കുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കൂടെ ഉണ്ടാകും. കേരള കോൺഗ്രസ് എമ്മിന്റെ പിളർപ്പ് സംബന്ധിച്ച വാർത്ത സ്ഥിരീകരിച്ച് വാർത്താ സമ്മേളനം ആദ്യം നടത്തിയത് ആന്റണി രാജുവാണ്. ആന്റണി രാജു 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പാർട്ടിയിൽ നിന്നും വിട്ടുമാറാനുള്ള കാരണമായി, പാർട്ടിയിൽ നിറങ്ങാനുള്ള കാരണമായി പറഞ്ഞത്. BJP-യുമായുള്ള ബന്ധം, കർഷകരുമായി ബന്ധപ്പെട്ടുള്ള എടുത്ത നിലപാടുകളിലെ പോരായ്മ, കുടുംബവാഴ്ചയാണ് പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചത്. മാണി അദ്ദേഹത്തിന്റെ മകനെ അദ്ദേഹത്തിന്റെ പിൻഗാമിയാക്കാൻ വേണ്ടി നടന്നത് മുതിർന്ന പാർട്ടി നേതാക്കളെ എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് എന്ന് ആന്റണി രാജു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് ജയെ പുനരുജ്ജീവിപ്പിക്കുമെന്നും KM മാണിക്ക് അനുകൂലമായി ബാർക്കോഴ സംബന്ധിച്ച് താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ധാർമ്മികമായി ബാർക്കോഴ കേസ് സംബന്ധിച്ച് അദ്ദേഹം കോഴ വാങ്ങിയിട്ടില്ല എന്ന നിലപാട് താൻ സ്വീകരിച്ചിട്ടില്ല. പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ പാർട്ടി ചെയർമാനെതിരായി ഒരു ബാർ ഉടമ സംസാരിക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടി ചെയർമാന്റെ ഭാഗത്താണ് ഞാൻ നിൽക്കേണ്ടത്, അതനുസരിച്ച് നിന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പറ്റുകയില്ല എന്ന നിലപാട് മാത്രമാണ് താൻ ചാനലുകളിൽ ചർച്ചകളിലൂടെ പറഞ്ഞത്. അദ്ദേഹം കോഴ വാങ്ങിയിട്ടില്ല എന്ന നിലപാട് താൻ സ്വീകരിച്ചിട്ടില്ല എന്നാണ് അത് സംബന്ധിച്ച് ആന്റണി രാജു അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മാണി ഗ്രൂപ്പ് ഉടൻ ശിഥിലമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. BJP-യുമായി സഖ്യമുണ്ടാക്കാനുള്ള ശ്രമമാണ് KM മാണി നടത്തുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ